ഹലോ, എല്ലാവർക്കും നമസ്കാരം. ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം നമ്മൾ റിക്കർസീവ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പൊ അതിനകത്ത് രണ്ട് പ്രോഗ്രാം ഞാൻ കാണിച്ചിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് വേറെ 2-3 പ്രോഗ്രാം കൂടെ നമുക്ക് ഇതിലൊന്ന് ചെയ്തു നോക്കാം. അതായത് പിന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫിബൊനാച്ചി സീരീസ് ഇല്ലേ. ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാല്ലേ. ആദ്യം 0 പ്രിന്റ് ചെയ്യും, പിന്നെ 1. അതായത് ഈ 0യും 1 ആദ്യത്തെ 2 നമ്പർ, അത് രണ്ടും കൂടെ സം ചെയ്ത് കിട്ടുന്നതാണ് നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ 0 + 1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 1 കിട്ടി. അപ്പൊ ലാസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 1 ആണ്. അത് രണ്ടും കൂടെ സം ചെയ്ത് നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇപ്പോഴത്തെ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1ഉം 2 ആണ്. അത് രണ്ടും കൂടെ സം ചെയ്താണ് നെക്സ്റ്റ് നമ്പർ 3 എന്ന് പറയും അല്ലെ. അപ്പൊ എത്ര നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്നുള്ള നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ് അത്രയും ടേംസ് ഫിബൊനാച്ചി സീരീസിനകത്ത് അത്രയും ടേംസ് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഇത് നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഏറ്റവും സിമ്പിൾ ലോജിക്കാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം അത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ മെയിനകത്ത് നമുക്ക് എന്തൊക്കെ വേരിയബിൾസ് വേണം എന്നുള്ളത് ഡിക്ലെയർ ചെയ്യാം. അപ്പൊ ഞാനിവിടെ n എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുന്നുണ്ട്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്രയാ വേണ്ടതെന്നുള്ളത് ഇവിടെ n-ലെ പറയുന്നത്. അതിനുശേഷം a എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് -1ഉം b എന്ന് പറയുന്ന വേരിയബിളിനകത്ത് 1ഉം കൊടുക്കുകയാണ്. കാരണം ഫസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 0 ആണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ എക്കകത്ത് -1ഉം ബിക്കകത്ത് 1ഉം കൊടുക്കുക. സം ചെയ്യുമ്പോൾ എത്ര കിട്ടി? 0. മനസ്സിലായോ? -1 + 1 എന്ന് പറയുമ്പോൾ എത്രയായി? 0 ആയി. മനസ്സിലായല്ലോ? അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇതിനെ ഈ എയുടെയും ബിയുടെയും വാല്യൂ മാറ്റണം അല്ലെ. നമ്മൾ നോർമലി ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പറയുന്നത്? അവിടെ a = b, b = c എന്ന് പറയല്ലേ. അപ്പൊ ഈ ചേഞ്ച് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ആർഗ്യുമെന്റ് ആക്കണം. ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആക്കി മാറ്റാം. അപ്പൊ a പാസ് ചെയ്യേണ്ട അടുത്ത് എന്ത് കൊടുക്കണം? b പാസ് ചെയ്യണം. b പാസ് ചെയ്യേണ്ട അടുത്ത് എന്ത് കൊടുക്കുക? c കൊടുക്കുക, മാറ്റി കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ a = b, b = c എന്നുള്ള അസൈൻമെന്റ് അവിടെ മാറി വരും. മനസ്സിലായില്ലേ? ആർഗ്യുമെന്റ് മാറ്റി പാസ് ചെയ്യാം. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ആക്ച്വലി റിക്കർസീവ് ഫംഗ്ഷനകത്ത് കൊടുക്കുന്നത്. ഫോർ ലൂപ്പ് അവിടെ യൂസ് ചെയ്യില്ല. അപ്പൊ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താണ് റിപ്പീറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്താണോ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനകത്ത് കൊടുക്കുന്ന ചേഞ്ചസ് എന്താണോ അത് ആർഗ്യുമെന്റിൽ ചേഞ്ച് ചെയ്യുക. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ a = എന്ത് കൊടുത്തു? -1 കൊടുത്തു. b = എന്ത് പറഞ്ഞു? 1 പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ അനദർ ഒരു വേരിയബിൾ കൊടുക്കുകയാണ്. എത്ര കൗണ്ട് വേണം എന്നുള്ളത് നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക? ഇവിടെ ഈ i = എങ്ങനെ പറയും? i = 1 എന്ന് കൊടുത്തു. അപ്പൊ ഫസ്റ്റ് ടൈം എന്താണ്? കൗണ്ട് 1 ആണ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഫിബ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്തൊക്കെ പറയണം? ആദ്യം n-ന്റെ വാല്യൂ പാസ് ചെയ്യണം, പിന്നെ a-യുടെ വാല്യൂ പാസ് ചെയ്യണം, കോമ b, കോമ i. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, n പാസ് ചെയ്യുന്നുണ്ട്, a പാസ് ചെയ്യുന്നുണ്ട്, b പാസ് ചെയ്യുന്നുണ്ട്, i പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ i എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്ത് ഏതുവരെ മൂവ് ചെയ്യണം? n വരെ മൂവ് ചെയ്യണം. അപ്പൊ ഇതിന് മുന്നേ നമുക്ക് n-ന്റെ വാല്യൂ വേണം അല്ലെ. n-ന് വാല്യൂ വേണം. ഇവിടെ സെമിക്കോളൻ കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ n-ന്റെ വാല്യൂ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 10 എന്നോ 15 എന്നോ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അതിന് പകരം നമുക്കിവിടെ നമ്പർ ഓഫ് ടേംസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ റീഡ് ചെയ്യിപ്പിക്കാം. എൻ്റർ എന്താണ്? നമ്പർ ഓഫ് ടേംസ് അല്ലെ. കോഡ്സിനകത്ത് കൊടുക്കണം. ഇവിടെ എൻ്റർ എന്ത് കൊടുത്തു? നമ്പർ ഓഫ് ടേംസ് അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്ര വേണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. അത് സീനിനകത്ത് സീൻ പറഞ്ഞിട്ട് n-നകത്ത് റീഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ n-ന്റെ വാല്യൂ ഇവിടെ റീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്കും ബിക്കും ഐക്കും വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ കോൾ ചെയ്തു. എന്നിട്ട് ഞാനിവിടെ മെയിൻ്റെ മേളിലാണ് കൊടുക്കുന്നത്. അപ്പൊ മെയിൻ്റെ മേളിൽ കൊടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് റിട്ടേൺ ടൈപ്പ് ഇല്ല അല്ലെ. നമ്മളവിടെ വേരിയബിൾ = റിസീവ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ റിട്ടേൺ ടൈപ്പ് ഇല്ല. വോയിഡ് ഫംഗ്ഷൻ നെയിം എന്താണ്? ഫിബ് ആണ്. ഇവിടെ എന്തൊക്കെ വേണം? int n, int a, int b അല്ലെ, int i. ഓക്കെ, അപ്പൊ ഇത്രയും വാല്യൂസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇത്രയും വാല്യൂസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ഇനിയാണ് നമ്മുടെ റിക്കർസീവ് ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത്രയും വേണമെങ്കിൽ നമുക്ക് നോർമൽ ഫംഗ്ഷനിലും പറയാം. ഇതിനകത്തൊരു ഫോർ ലൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ നോർമൽ ഫംഗ്ഷനെ. അപ്പൊ ഫോർ ലൂപ്പ് ഉപയോഗിക്കാതെ എങ്ങനെ റിക്കർസീവ് ഫംഗ്ഷൻ ആയിട്ട്, അതായത് സെയിം ഫംഗ്ഷനെ തന്നെ എങ്ങനെ റിപ്പീറ്റ് കോൾ ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ int c എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു.
ഓക്കെ, ഇൻഡ് സി എന്ന് പറഞ്ഞൊരു വേരിയബിള് ഇവിടെ ഡിക്ലെയർ ചെയ്യും. മനസ്സിലായല്ലോ? കാരണം നമുക്ക് സം ചെയ്യാനൊരു വേരിയബിൾ വേണം അല്ലെ. സം ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ പറഞ്ഞു. അതിനുശേഷം ഇവിടെ എന്താ കൊടുക്കുക? ഇഫ് n നോട്ട് ഈക്വൽ ടു ഐ. ഓക്കെ, ഇഫ് n നോട്ട് ഈക്വൽ ടു ഐ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം ഇപ്പൊ ഐയുടെ വാല്യൂ 1 ആണ്, അത് ഇനി 2 ആകും, 3 ആകും, 4 ആകും. ഇപ്പൊ ഞാൻ എന്നിന് കൊടുത്ത വാല്യൂ 10 ആണെങ്കിൽ ഐയുടെ വാല്യൂ 10 ആകുന്നതാണ് വരെ വർക്ക് ചെയ്യും. ഓക്കെ, എന്നിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു ഐ എന്ന് പറയുമ്പോൾ എന്താണ്? 10 ആകുന്ന സമയത്ത് വർക്ക് ചെയ്യില്ല. മനസ്സിലായോ? 10 ആകുന്ന സമയത്ത് വർക്ക് ചെയ്യില്ല. അപ്പൊ ആക്ച്വലി നമുക്ക് 10 ടേംസ് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? ഐയുടെ വാല്യൂ 0ക്ക് കൊടുക്കണം. നമുക്കത് ലാസ്റ്റ് കൊടുക്കാം. നമുക്കത് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം അവിടെ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇഫിനകത്ത് എങ്ങനെ പറയാം? സി ഈസ് ഈക്വൽ ടു എന്ത് പറഞ്ഞു? എ പ്ലസ് ബി. കണ്ടോ? അപ്പൊ ഇത് രണ്ടും കൂടെ സം ചെയ്തിട്ട് ഫസ്റ്റ് ടൈം എന്ത് കിട്ടും? ഫസ്റ്റ് ടൈം കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് അല്ലെ. -1 + 1 0 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ ഇനിയാണ് പറയുന്നല്ലേ എ ഈസ് ഈക്വൽ ടു ബി, ബി ഈസ് ഈക്വൽ ടു സി എന്ന് കൊടുക്കുന്നതിന് പകരം വീണ്ടും ഇവിടെ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യും. ഓക്കെ, അവിടെ നമ്പർ ഓഫ് ടേംസ് മാറുന്നില്ല അല്ലെ, n തന്നെയാണ്. n കോമ അതിന് വേണമെങ്കിൽ ഗ്ലോബൽ വേരിയബിൾ ആക്കുവാണെങ്കിൽ ആ വേരിയബിൾ പാസ് ചെയ്യണമെന്നില്ല. അപ്പൊ ഞാനത് പാസ് ചെയ്തിട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല അതിനകത്ത്. എന്നിട്ട് എയിലോട്ട് വരേണ്ട എന്താണ്? ബിയുടെ വാല്യൂ ആണ് എയിലോട്ട് വരേണ്ടത്, കോമ സിയുടെ വാല്യൂ ആണ് ബിയിലോട്ട് വരേണ്ടത്. നമ്മൾ പറയുന്നില്ല എ ഈസ് ഈക്വൽ ടു ബി പറയുന്നുണ്ട്, ബി ഈസ് ഈക്വൽ ടു സി പറയുന്നുണ്ട്. അപ്പം എ പാസ് എയുടെ വാല്യൂ എന്താണ്? എ റിസീവ് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? ബിയുടെ വാല്യൂ വരണം. ഓക്കെ, അത് കഴിഞ്ഞ് സിയുടെ വാല്യൂ അങ്ങോട്ട് വരണം, ബിയിലോട്ട് വരണം. അപ്പം നമ്മൾ ഈ നോക്കിയ ഫംഗ്ഷൻ ഹെഡറിൽ ആദ്യം n പാസ് ചെയ്തപ്പോൾ അത് എന്നിൽ വന്നു. അടുത്ത ബി പാസ് ചെയ്യുന്ന ആ ബി ആണ് എയിലോട്ട് വരുന്നത്, അടുത്ത സി ആണ് ബിയിലോട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ എ ഈസ് ഈക്വൽ ടു ബി, ബി ഈസ് ഈക്വൽ ടു സി ആയില്ലേ. ഇനി അടുത്ത എന്താണ്? നമ്മൾ ഒരു ടേം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. i+1 എന്നോ i++ എന്നോ കൊടുക്കാം. ഓക്കെ, അപ്പൊ i+1 വെച്ചിട്ട് എന്ത് ചെയ്തു? അവിടെ പാസ് ചെയ്തു. മനസ്സിലായില്ലേ? ഇതിന് മുന്നേ ഒരു സ്റ്റെപ്പും കൂടി ഇവിടെ വരും. ഏതാണ്? സി നമ്മൾ സം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? സി ഔട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഇവിടെ സിയുടെ വാല്യൂ പ്രിന്റ് ചെയ്യണം. അപ്പം സ്പേസ് ഇട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോഡ്സിനകത്ത് ഡബിൾ കോഡ്സിനകത്ത് എന്ത് കൊടുക്കാം? ഒരു സ്പേസോ 2 സ്പേസോ അവിടെ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷമാണ് നമ്മൾ ഫംഗ്ഷൻ അവിടെ കോൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫംഗ്ഷനകത്ത് കൊടുത്തിരിക്കുന്നത് ഇൻഡ് സി പറഞ്ഞു. അതിനുശേഷം n നോട്ട് ഈക്വൽ ടു ഐ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? രണ്ടും കൂടെ സം ചെയ്ത് എവിടെ വരുന്നുണ്ട്? സിയിൽ വരുന്നുണ്ട്. സിയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്തതിന് ശേഷം എഗെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ആ സമയത്ത് എന്നിന്റെ വാല്യൂ അതുപോലെ തന്നെ പാസ് ചെയ്യാൻ ചേഞ്ച് ഇല്ല, കാരണം നമ്പർ ഓഫ് ടേംസ് ആണല്ലേ. ഇപ്പൊ ഞാൻ 10 ടേംസ് പറയുവാണെങ്കിൽ ആ എന്നിന്റെ വാല്യൂ 10 തന്നെയാ, ചേഞ്ച് ഇല്ല. പിന്നെ വരുന്ന എന്താണ്? എയുടെ പോർഷനിൽ ബി പാസ് ചെയ്യണം, ബിയുടെ പോർഷനിൽ സി പാസ് ചെയ്യണം, ഐയുടെ പോർഷനിൽ i+1 പാസ് ചെയ്യണം. മനസ്സിലായി? ഇതാണ് നോർമലി നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായോ? ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നതെന്ന്. നമ്പർ ഓഫ് ടേംസ് പറഞ്ഞു, ഞാനിവിടെ 10 കൊടുത്തു. കണ്ടോ എത്ര ടേം പ്രിന്റ് ചെയ്തു? 1 2 3 4 5 6 7 8 9. കണ്ടോ 9 ആണ് പ്രിന്റ് ചെയ്തത്. എന്തുകൊണ്ട് 9 പ്രിന്റ് ചെയ്തത്? ഞാൻ ഇവിടെ ഐയുടെ വാല്യൂ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോട്ട് ഈക്വൽ ടു പറയുമ്പോൾ എന്താണ് 9 വരെ വരുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 to 9 എന്ന് പറയുമ്പോൾ എത്ര വരും? 10 ടേംസ് വരും. അപ്പൊ നെക്സ്റ്റ് ഒരു വാല്യൂ കൂടെ അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുക. ഞാൻ ഇവിടെ 10 തന്നെ കൊടുക്കുവാണ്. കണ്ടോ, അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് 10 ടേംസ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചു. മനസ്സിലായോ? വളരെ 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 സിമ്പിൾ ആണ്, മനസ്സിലാക്കിയാൽ മാത്രം. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഫിബൊനാച്ചി സീരീസിന്റെ ഫിബൊനാച്ചി സീരീസ് അല്ല, റിക്കർസീവ് ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് സംഭവം ക്ലിക്കായി മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇവിടുത്തെ ഫിബൊനാച്ചി സീരീസ് റിക്കർസീവ് ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നമുക്കിനി വേണമെങ്കിൽ വേറെ പ്രോഗ്രാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റിൽ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഗ്രാംസ് നമുക്കതിൽ ചെയ്യാം. പറ്റുവാണെങ്കിൽ ഞാൻ 1-2 പ്രോഗ്രാം കൂടെ ചെയ്തിടാം. ഓക്കെ, അപ്പൊ അതാണ് എന്ത് പറയുന്നത്? ഫിബൊനാച്ചി സീരീസ് പറയുന്നത്. ഞാനിപ്പോ എന്റെ വാല്യൂ ഒന്ന് മാറ്റി കൊടുത്തു നോക്കിയേ. നേരത്തെ 10 അല്ലേ കൊടുത്തേ, ഇപ്പൊ 15 കൊടുത്തു. ഓക്കെ, കണ്ടോ 15 നമ്പേഴ്സോടെ പ്രിന്റ് ചെയ്ത് കാണിച്ചു. അതേസമയം ഞാൻ ഇവിടെ n = 10 എന്ന് മെയിനിൽ ഡയറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുത്താൽ എത്ര ടൈംസ് നമ്മൾ പ്രിന്റ് ചെയ്താലും റൺ ചെയ്താലും എന്തായിരിക്കും? 10 ടൈംസേ പ്രിന്റ് ചെയ്യുള്ളൂ. ആ യൂസറിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അവിടെ
സീരീസ് പ്രിന്റ് ചെയ്യേണ്ടത് എങ്കിൽ എങ്ങനെ കൊടുക്കണം? റീഡ് ചെയ്ത് കൊടുക്കണം. റീഡ് ചെയ്തിട്ട് പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ ലൈക്ക് ചെയ്യുക, പഠിക്കുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഉപയോഗപ്രദമായിരിക്കും. ഞാനിപ്പോൾ ഇത് C++ വെച്ച് ചെയ്തു. ഇത് സെയിം തന്നെ നമുക്ക് ജാവയിലും റിക്കർസീവ് ഫംഗ്ഷൻ ഉണ്ട്, സിയിലും റിക്കർസീവ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഇതിൽ വരുന്ന ചേഞ്ചസ് എന്താണ്? ആ സിയും സി ഔട്ട് എന്നുള്ളത് മാറ്റിയിട്ട് അതിന് കറസ്പോണ്ടിങ് പിന്നെ കമാൻഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായി. മനസ്സിലായോ? പൈത്തണിലുണ്ട് റിക്കർസീവ് ഫംഗ്ഷൻ, പൈത്തണിലുണ്ട് അല്ലേ? അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഈ സെയിം ലോജിക്ക് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലോജിക്ക് മനസ്സിലാക്കുക. ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? കറക്റ്റായിട്ട് നമുക്കിത് ഏത് ലാംഗ്വേജിൽ വേണോ ചെയ്യാൻ പറ്റും. അതാണ് പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത്. കാരണം ലോജിക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് കമാൻഡ്സ് മാത്രം മാറ്റിയാൽ മതി. ബാക്കിയെല്ലാം സിയിലും സെയിം ആണല്ലേ? സിയിലും C++ലും ജാവയിലും ബാക്കിയുള്ള കമാൻഡ്സ് എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്. റീഡിങ്ങും പ്രിന്റിങ്ങും മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ അത് മാത്രം മാറ്റിക്കഴിഞ്ഞാൽ സിയിലോട്ടാക്കാം, ജാവയിലോട്ടാക്കാം, പൈത്തണിലോട്ടാക്കാം അല്ലേ? പൈത്തണിൽ കുറച്ച് ഡിഫറൻസ് വരും. കാരണം ഞാൻ ഫംഗ്ഷനൊക്കെ വരുന്നത് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. അത് വേണമെങ്കിൽ പൈത്തണിൻ്റെ ഇതിൽ വേണമെങ്കിൽ ഞാൻ റിക്കർസീവ് ഫംഗ്ഷൻ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ചെയ്തിടാം. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പിന്നെ വേണമെന്നുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.